ബാർസലോണ ആരാധകർ അവരുടെ സ്വപ്നങ്ങളിലാണ് ജീവിക്കുന്നത്. ഇത് ഒരുപാട് തവണ ബാർസലോണനെ പറ്റിയിട്ട് മാത്രമായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കാണ്. കാരണം ഒരു പ്രതാപ കാലഘട്ടത്തിൽ നിന്നും വിമർശനത്തിൻ്റെ ആയക്കടലിലേക്ക് മുങ്ങിപ്പോയിട്ടുള്ളൊരു ടീമാണ് FC ബാർസലോണ എന്ന് പറയുന്നത്. ഈ ടീമിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഒരു ഉയർത്തി എഴുന്നേൽപ്പ് ഉണ്ടാകുന്നത് ഹാൻസി ഫ്ലിക്ക് എന്ന് പറയുന്ന ഒരു ജർമ്മൻ മെയ്ഡായിട്ടുള്ള ഒരു കോച്ച് വന്നതിന് ശേഷം. അതായത് കുറച്ച് കാലഘട്ടത്തേക്ക് വൻ ദുരന്തമായിരുന്ന പ്ലേയേഴ്സ് പോലും ഇന്ന് ലോക ഫുട്ബോളിൻ്റെ നെറുകയിലെത്തി നിൽക്കുന്ന മട്ടിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ UCL ഈ ഒരു മത്സരത്തിൽ ഡോട്ട്മുണ്ടിന് ജസ്റ്റ് ഒന്ന് തോന്നിക്കാണും, ഈ മത്സരം ഒന്ന് ഫൈനൽ വിസിൽ അടിച്ച് കിട്ടിയിരുന്നെങ്കിൽ ഒരു ആശ്വാസമായിരുന്നേനെ എന്ന്. കാരണം അജാതി ഒരു പോരാട്ടമാണ് ബാർസലോണ ആ സ്റ്റേഡിയത്തിൽ കാഴ്ചവെച്ചത്. എമ്മാതിരി ഒരു കളിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാർസ ഡിഫൻസിനെയാണ്. ഒരു പ്രതാപം, ചരിത്ര പ്രതാപം പറയാനുള്ളൊരു ഡിഫൻസ് നിരയാണ് ബാർസയുടേത് എന്ന് പറയുന്നത്. ഒരു കാലത്തെ പിക്കോ, പുയോള്, ആൽവസ്, അതുപോലെ ഒരുപാട് പേര്, മഷറാനനെ പോലെയുള്ള കളിക്കാർ, ഇവരൊക്കെ നിരത്തി ഭരിച്ചിരുന്ന ഒരു ഡിഫൻസ് നിര. അവിടെ നിന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് 18കാരനായിട്ടുള്ള കുബാർസിയെ പോലെയുള്ള താരങ്ങളാണ്. കുബാർസിയൊക്കെ ഈ ഒരു മത്സരത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബാർസയുടെ കറണ്ട് സിറ്റുവേഷനിലെ മത്സരങ്ങളിലൊക്കെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് മിന്നുന്ന പ്രകടനമാണ്. ഒന്നും പറയാനില്ല. അടുപ്പിച്ചില്ല ഡോട്ട്മുണ്ടിൻ്റെ ഒരു കളിക്കാരെയും, അങ്ങനെ പറയേണ്ടി വരും. ഗോൾ കീപ്പറായിട്ടുള്ള ഷെസ്നിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിയെ നമ്മളിങ്ങനെ ട്രോളറുണ്ട്. അതായത് ഒരു സിഗരറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പോയിട്ട് വലിക്കുമെന്നുള്ള കാര്യം. ശരിക്കും സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയായിരുന്നു മത്സരത്തിൽ അങ്ങോട്ട് അടുപ്പിച്ചില്ല എന്ന് വേണം പറയാൻ. ഈ ഒരു മത്സരത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ടല്ലോ, 4 ഗോളിൻ്റെ ഒരു റിസൾട്ടൊന്നല്ല മത്സരത്തിൽ ശരിക്കും വരേണ്ടത്. 6-7ഓളം ഗോളുകൾ വരണം. ലെവൻഡോസ്കിക്ക് ഹാട്രിക് അടിക്കാനുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നു. റഫീഞ്ഞയാണെങ്കിൽ ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല, 18കാരനായിട്ടുള്ള യമാൽ. വാട്ട് എ പ്ലെയർ ആൻഡ് വാട്ട് എ പ്ലേയേഴ്സ്, വാട്ട് എ ടീം. എന്താണ് ഇപ്പോൾ ബാർസലോണ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് ആരാധകർക്ക് എന്താണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അവർ സ്വപ്നം കണ്ടിട്ടുള്ള ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതിലേക്ക് ഏറെക്കുറെ ബാർസലോണ എത്തിയിട്ടുണ്ട്. കാരണം അജാതി ഒരു പോരാട്ടമാണ് ഇന്നലെ UCL നടന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാർസലോണ തീർച്ചയായിട്ടും സെമി ഫൈനലിൽ കളിക്കും എന്നുള്ളതാണ്. അറ്റാക്കിംഗ് നിരയായാലും മധ്യനിരയായാലും അതല്ലെങ്കിൽ ഡിഫൻസ് നിരയായാലും എജാതി തീപ്പൊരി കളി എന്ന് പറയുന്ന രീതിയിലാണ്. അതായത് ലെവൻഡോസ്കി, റഫീഞ്ഞ, ലമിന യമാൽ മധ്യനിരക്കാരനായിട്ടുള്ള ഫെർമിൻ ലോപ്പസിനൊരു പന്ത് കൊടുക്കുന്നുണ്ട്. വാട്ട് എ ബോൾ, വാട്ട് എ പാസ്. എന്താണിതൊരു 18കാരൻ്റെ കാലിൽ നിന്നും വരുന്ന ഒരു ബോളാണ്. അത്ഭുതപ്പെട്ടു പോയി. കാരണം അജാതൊരു പെർഫോമൻസ് യമാലിൻ്റെ കാലിൽ നിന്ന് വന്നപ്പോൾ. മറ്റൊരു കാര്യം എന്താ പറയുക, ഈ ഒരു കളിയിൽ റാഫീഞ്ഞ പ്രകടിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു കളിശൈലി ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ബാലൻഡിയോറിൻ്റെ ആ ഒരു തലത്തിലേക്ക് റഫീഞ്ഞ എത്തിയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പലരും തകർന്നടിയുന്ന ഒരു നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോൾ റഫീഞ്ഞ തൻ്റെ ഏറ്റവും നല്ല കാലഘട്ടത്തിലൂടെ, അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ലിസ്റ്റായിട്ടുള്ള ഒരു കളിശൈലി പുറത്തെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ബാർസലോണ ആരാധകർ ഇങ്ങനെ ഒരു പ്രകടനം ബാർസയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം ഡോട്ട്മുണ്ടാണ് എതിരാളികൾ. നല്ല രീതിയിൽ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്നവരാണ്, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ് കളിശൈലിയിലുള്ളത്, നല്ല രീതിയിലുള്ള ഫുട്ബോൾ കാഴ്ചവെക്കുന്ന ഒരു ടീമാണ്. പക്ഷേ ഒന്നും നിസ്സാരവൽക്കരിച്ചിട്ടുള്ളൊരു കളി, ഒന്നും ഞങ്ങൾക്കൊരു വിഷയമല്ല. ഞങ്ങൾ ആരാണ്, പഴയ ആ ഒരു കാറ്റാലൻ പടയാണ് എന്ന് ആ ഒരു അന്തരീക്ഷത്തിൽ മൊത്തം അടിച്ചു വീശുന്ന കാറ്റുകളോട് പോലും പറഞ്ഞിട്ടാണ് ബാർസലോണ ഡോട്ട്മുണ്ടിനെ നാട് കടത്തിയത് എന്ന് വേണം പറയാൻ. What a match!